സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാമൊക്കെ അനുഭവിക്കുന്ന കഠിനമായ ചില രോഗങ്ങൾക്കുള്ള നല്ല അറിവാണ് നൽകുക. വിവിധ തരം വാദങ്ങളുണ്ട്, ഒത്തിരി ടൈപ്പുണ്ട്. ബ്ലഡിൽ പരിശോധിച്ചാൽ കാണാത്ത വാദവുമുണ്ട്, അതിന് സൈലൻ്റായിട്ട് കാണുന്ന ഒരു വാദമുണ്ട്. എല്ലാ വാദവേദനകളെയും നീരുകളെയും കുറയ്ക്കാൻ നീർമാതളത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് 10 മില്ലി, നല്ല പശുവിൻ്റെ പാൽ, നല്ലതെന്ന് പറഞ്ഞാൽ പറമ്പിൽ അഴിച്ചു കെട്ടി തീറ്റ കൊടുക്കുന്ന, ഓടിച്ചാടി നടക്കുന്ന, വെയിൽ കൊള്ളുന്ന പശുവിൻ്റെ പാല് ഒഴിച്ച് ഉറയൊഴിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന നെയ്യ് ഉരുക്കിയത് 10 മില്ലി, തേങ്ങ ചുരണ്ടി പിഴിഞ്ഞെടുത്ത പാല് 10 മില്ലി. ഓർക്കണം, നീർമാതള ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് 10 മില്ലി, മോര് കടഞ്ഞെടുത്ത നെയ്യ് ഉരുക്കിയെടുത്തത് 10 മില്ലി, തേങ്ങാപ്പാൽ 10 മില്ലി. ഇത്രയും ചേർത്ത് ദിവസം ഒരു നേരം തുടർച്ചയായിട്ട് കഴിച്ചാൽ ഒരു ദോഷങ്ങളുമില്ല. കഴിച്ചാൽ എല്ലാ വാദവേദനകളെയും അതോടനുബന്ധിച്ചുള്ള നീരുകളെയും ശമിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ കഴിഞ്ഞ നാളുകളിലൂടെയൊക്കെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ലളിതമായിട്ടുള്ള അറിവുകൾ ധാരാളം ആളുകളിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന അനുഭവ സാക്ഷ്യം അവർ റിവ്യൂ ഇടാറുണ്ട്. അതുകൊണ്ട് എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തും അവർ ചെയ്ത് പരിചയിച്ചും മാറിയ രോഗങ്ങൾ ഉള്ള അനുഭവസ്ഥർ തന്ന അറിവ് വെച്ചാണ് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ അറിവ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുക. അപ്പം നിങ്ങളിതൊന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ചെറിയ എല്ലാ വേദനകളും, ദിവസവും മാറാത്ത വേദനകളും ഒരു വാദമായിരിക്കും, ചെയ്തോളൂ, അത് പരിഹരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നൽകിയ ചോദ്യം ഇതാണ്: മുഖത്തെ കറുത്ത പാട് മാറാനുള്ള ഒരു ഔഷധച്ചെടി, അത് ക്യാരറ്റാണ്. ക്യാരറ്റ് വെണ്ണ പോലെ അരച്ച് മുഖത്തിട്ടാൽ ആ മുഖത്തെ കറുത്ത പാടുകളും ഒരുവിധമുള്ള കലകളെയൊക്കെ ശമിപ്പിക്കും. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്. വരുന്നത് മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് കൊതുകുകൾ ഏറെ വീടുകളിലേക്ക് കടന്നു വരും. ആ കൊതുകിനെ നശിപ്പിക്കാൻ പറ്റിയ ഒരു ഔഷധച്ചെടിയുണ്ട്. ഏതാണ് ഉത്തരം ഒന്ന് പറയുമോ? നന്ദി, നമസ്കാരം.